എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് PSA അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഹൈ ആവുന്ന വിഷയത്തെ പറ്റിയാണ്. പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉള്ളവർക്ക് സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് PSA എലിവേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പലർക്കും വ്യക്തതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നം ഇഷ്യൂ ആയിട്ട് വരുന്ന രോഗികളിൽ ഒരുപാട് പേര് ഒരു കൺസേൺ ആയിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് PSA എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 4 വരെ ആണെങ്കിലും ഇത് അപ് ടു 10 വരെ എന്താ പറയുക, സസ്പെക്റ്റഡ് 10 വരെ കുഴപ്പമില്ല. 10 എബോവ് പോയാലാണ് അത് ക്യാൻസർ എന്നുള്ള ഒരു കൺസേണിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം PSA ടെസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ PSA ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോസ്റ്റേറ്റിന് വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ എൻലാർജ്മെൻറ്റ് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, ആ അസുഖവുമായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്. സാധാരണ നോർമലി പേഷ്യൻ്റ് അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒരു വീക്കമുണ്ട്, ഇത്ര ഗ്രാം വീക്കമുണ്ട് അല്ലെങ്കിൽ ഇത്ര CC വീക്കമുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് എന്ത് വീക്കമാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ CT MRI പോലെ അത് എടുക്കണം. എന്നാൽ നോർമലി നമുക്കറിയാൻ പറ്റുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ ഇരിക്കേണ്ട ഗ്രന്ഥി ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇത്രയായി, ഇങ്ങനെ ഡബിൾ സൈസായി, ട്രിപ്പിൾ സൈസായി, ഇങ്ങനെ ഡിഫറെൻറ്റ് സൈസിൽ വീക്കം വന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ട് വീക്കം വന്നേക്കാം. ഒന്ന്, ഇൻഫെക്ഷൻ കൊണ്ട് വീക്കം വരാം. 2, BPH ബിനൈൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ട് വന്നേക്കാം. 3, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന ഇഷ്യൂ കൊണ്ട് വന്നേക്കാം. അപ്പം ഇൻഫെക്ഷൻ കൊണ്ടാകാം, ഇൻഫ്ലമേഷൻ കൊണ്ടാകാം, ക്യാൻസർ കൊണ്ടാവാം. ഇത് ഏത് പ്രോബ്ലമാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. നോർമലി നമുക്ക് ഒറ്റ കാര്യം അറിയാം, പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ട് എന്നുള്ളത് അറിയാം. എന്നാൽ ഇത് എന്താണ്, ക്യാൻസർ ആണോ അതോ ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ PSA ടെസ്റ്റ് നമ്മൾ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ PSA ടെസ്റ്റിൽ എലിവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫോക്കസ് ചെയ്യുന്നത് ക്യാൻസറസ് ആണോ എന്നുള്ളത് സംശയമാണ്, സസ്പെക്ഷനാണ്. അപ്പോൾ അത് കൺഫേം അല്ല, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഫർദർ ഡീറ്റെയിൽ MRI പോലത്തെ ചെക്കപ്പുകൾ ചെയ്ത് കൺഫേം ചെയ്യുകയാണ് വേണ്ടത്. അപ്പം PSA ഒരിക്കൽ ചെയ്തു, ആ PSA ചെറിയൊരു മൈൽഡ് എലിവേഷൻ ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ടെങ്കിലും വരാം, BPH ബിനൈൻ പ്രോസ്റ്റേറ്റ് ഉണ്ടെങ്കിലും വരാം, ക്യാൻസർ ഉണ്ടെങ്കിലും വരാം. പക്ഷേ നമ്മൾ വൺസ് ചെക്ക് ചെയ്തു, ചെറിയ വേരിയേഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ MRIയോ അല്ലെങ്കിൽ CT എടുത്ത് നമ്മൾ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. പിന്നെ PSA നമ്മൾ എന്ത് ചെയ്യണ്ട, കൂടെ ടെസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു സാധനമല്ല ഈ PSA എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ PSA ചെറിയ എലിവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുക, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് PSA ടെസ്റ്റ് ചെയ്ത് പോവുകയാണ് കാണുന്നത്. പക്ഷേ സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അത് ഒരിക്കൽ ചെയ്താൽ മതി. നമ്മൾ എന്തിനാണ് ഈ PSA ചെയ്യുന്നത്? നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷൻ ടെസ്റ്റാണ് PSA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം PSA ടെസ്റ്റ് ചെയ്യുക, ഒരിക്കൽ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോവുക. ഇൻ കേസ് ക്യാൻസർ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിനെപ്പറ്റി ബോധേഡാവേണ്ട ആവശ്യമില്ല. പിന്നെ സാധാരണ നിലയിൽ നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതെന്തിനാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ട്യൂമറോ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അത് ഏർലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വക ചെക്കപ്പുകൾ ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഈ PSA എന്ന് പറയുന്നത്. പക്ഷെ പലരും, ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന പല രോഗികളിലും കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, PSA കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. PSA എന്ന് പറയുന്നത് വൺസ് ചെയ്യുക, നമ്മുടെ രോഗം ക്യാൻസർ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രാഥമിക ടെസ്റ്റാണ് PSA എന്ന് പറയുന്നത്. അത് ചെയ്ത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. അല്ല എങ്കിൽ നിങ്ങൾ പിന്നെ കൂടെ PSA ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ 10 എബോവ് വന്നാലാണ് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്നത്. അതും കൺഫേം അല്ല. ഇനി
10 വരെയുള്ള 10 വരെ പല റീസൺ കൊണ്ടും ഈ പറഞ്ഞ പോലെ വീക്കം വന്നാലൊക്കെ PSA വേരിയേഷൻ വരാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം ചെറുതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് PSA കുറഞ്ഞോളും. കാരണം എന്താണ്, ഈ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഇതിന് വീക്കം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വോളിയം കൂടും. അത്രയേ ഉള്ളൂ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന് വീക്കം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യാം, എലിവേറ്റ് ആവാം. അപ്പം ഇതിനെ ഓർത്ത് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, കൺസേൺ ആവേണ്ട ആവശ്യമില്ല. PSA നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്ന് കരുതി അത് ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ക്യാൻസർ ആണോ എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് ടെസ്റ്റാണ് PSA എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം.